ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേക്കണം, അടുത്ത് വരത്തിട്ട് വയ്യ, അമ്മായ തണുപ്പാണ്. അയ്യോ, ഡിസംബറൊക്കെ ആകുമ്പോൾ, ഡിസംബർ അല്ല ജനുവരി ഫെബ്രുവരി ഒക്കെ ആവുമ്പോൾ ചത്തു പോകും. അതുമാരൊക്കെ എന്താ അവസ്ഥ അറിയില്ല. ഇപ്പം തന്നെ തണുപ്പ് എന്താ പറയുക, അയ്യോ കൈയൊക്കെ പീച്ചായി. ഗുഡ് മോർണിംഗ്. അപ്പം ഈ പല്ലൊക്കെ തേക്കട്ടെ, പല കഴിഞ്ഞിട്ട് വേഗമൊക്കെ തേക്കിയത് ഇറങ്ങാനുള്ള പരിപാടി നോക്കണം. എന്താ ഇന്നലെ രാത്രി അവിടെയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇത് ഇവിടുത്തെ ഹോട്ടലത്തെ ആൾ താമസിക്കുന്ന റൂം കേട്ടോ. അപ്പോൾ എനിക്ക് തൽക്കാലത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന റൂമാണ്. എന്തായാലും ഉപകാരമായി, അങ്ങനെയുള്ള പരിപാടി സെറ്റാക്കാം. ഓക്കെ, പിന്നെ പല്ലൊക്കെ തേക്കണമെങ്കിൽ ഇതാ ഇവിടെ കേട്ട പല്ലൊക്കെ തേക്കുക. എന്താ പറയുക, ഇവിടെ ഇവർ യൂസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ പല്ലേപ്പം പരിപാടിയൊക്കെ തുടങ്ങട്ടെ. ഇവിടെ എന്താ പറയുക, വാഷ് ബേസിനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രം പല്ലേക്കാൻ പറ്റുള്ളൂ. നമുക്ക് പല്ലിച്ചിട്ട് തിരിച്ച് വരാം. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ എനിക്ക് നല്ല ചൂട് ചായയും ഇതെന്താ സാധനം എനിക്കറിയില്ല കൊണ്ടു വന്നിട്ടുണ്ട്, കഴിക്കട്ടെ. ഓക്കെ, എനിക്ക് രാവിലെ തന്നെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ലിഫ്റ്റ് കിട്ടിയേ. എനിക്ക് മറ്റാ ചേട്ടൻ മേടിച്ചെന്നാണ് നമ്മുടെ ആ റൂം തന്നത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആൾക്കാർ കേട്ടോ. आपका नाम बोलिए. नजीर अहमद मीर. आपका ജാംഗീർ അഹമ്മദ്. എനിക്ക് ഇവിടുത്തെ ആൾക്കാരുടെ പേരൊക്കെ ഭയങ്കര നീട്ടാ. എൻ്റെ പോലെ തന്നെ കൃഷ്ണൻ എന്നുള്ള പേര് പോലെ തന്നെ ഭയങ്കര നീട്ടം. പിന്നെ ഇവിടുത്തെ ആൾക്കാരെന്താ അറിയോ, ഡ്രസ്സിന് നല്ല വ്യത്യാസം. എനിക്ക് ആദ്യം കാണുമ്പോൾ പേടിയായി, പക്ഷെ എല്ലാവരും നമ്മൾ ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. പക്ഷെ എന്താ നല്ല ആൾക്കാരും ഉണ്ട്, ചീത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി കണ്ട് പോവാം. ഇതൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ല നമ്മൾ പാവങ്ങൾ. പക്ഷെ ഓരോ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയും കിട്ടാം. പുറത്തൊക്കെ നല്ല മൗണ്ടൻസാണ്. ഇതിപ്പോ അടുത്തിട്ട് ഞാനപ്പോ ഫ്രണ്ടിലേക്ക് എത്തിട്ടോ. ഫ്രണ്ടിലത്തെ ചേട്ടൻ പോയി. അപ്പൊ ഇതാണ് പോകുന്ന വഴി കേട്ടോ. എന്റെ പൊന്നു എന്ത് രസമാണ് കാണാൻ. ഫുള്ള് പഞ്ഞൊക്കെ മൂടി ചെറിയ ചെറിയ വില്ലകള്. എനിക്കറിയില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, സ്ലീപ്പിംഗ് ബാഗ് ഇല്ല, ആകെയുള്ളൊരു പുതപ്പാണ്. എനിക്ക് എവിടെ കിടക്കാന്ന് പോലും എനിക്കറിയില്ല. അയ്യോ, അടുത്തൊരു ലെവലാവുന്നു. ഇതാണ് നമ്മുടെ ചേട്ടോ. ഇത്രയ്ക്ക് നല്ല തണുപ്പാട്ടോ. ഇപ്പൊ തന്നെ ഒരു പിടുത്തം കേട്ടോ. വണ്ടിയുടെ ഉള്ളിലൊക്കെ ഒരുപാട് തണുപ്പാണ്. ഇനി തണുപ്പിന്റെ കേസ് അറിയില്ല, കാരണം ഇവിടെ തണുപ്പ് മാത്രമേ ഉള്ളൂ. എന്നോട് രാത്രി ആളെ വീട്ടിലേക്ക് വന്നോളാൻ പറഞ്ഞു കിടക്കാൻ. ഇവിടെ രാത്രി പുറത്തൊന്നും കിടക്കണ്ട, നല്ല തണുപ്പാണ്. എന്നോട് രാത്രി അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, അവിടെ ഒരു ചെറിയ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ഇനി അവിടെ എത്തട്ടെ. സ്നോഫോളൊക്കെ വീണിട്ടുണ്ട് ഇവിടെ, പോകുന്ന വഴിക്കില്ല, അവിടെ എവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, എനിക്ക് ഇവിടുത്തെ ഭാഷകളൊന്നും അറിയില്ല. പക്ഷെ അതിന്റെ റൈറ്റ് സൈഡ് കാണുന്നത് സോപ്പൂർ, സൈഡ് ബാഡിപ്പോറ. എനിക്ക് പേരുകളോ ഒന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷെ ഞാൻ തൽക്കാലം പിടിച്ചു നിൽക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് സൈഡ് എനിക്ക് തണുപ്പ് കാരണം സംസാരിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഇത് എന്തോ ലാസ്റ്റ് വില്ലേജ് ഒക്കെയാണ്. പിന്നെ അതേപോലെ ബാക്കിൽ കൊപ്പുവാറ ചെന്നീച്ചേ, കൊപ്പുവാറ പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്, അത് ബാക്കിലാണ്. അതും നല്ല ലാസ്റ്റ് വില്ലേജ് എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല ഇവിടെ എത്ര ദിവസം നിൽക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ലോലപ്പോലി എത്തട്ടെ, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറയാം. ഓക്കെ, ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിൽ ലോലപ്പോലിയിലാണ്. ലോലപ്പോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനഗറിൻ്റെ ഒരു 112 കിലോമീറ്റർ ദൂരെ മാറി നിന്നിട്ടാണ് ലോലപ്പോലി നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എത്തിപ്പെട്ടത് അറിയാണ്ട് എങ്ങനെയൊക്കെ വന്ന് എത്തിപ്പെട്ടതാണ്. നമ്മുടെ അടിപൊളി സ്ഥലമാണ്. ഇതറിയാം, ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. തണുപ്പാണ് ഇവിടെ, മൊത്തം തണുപ്പാണ്. തണുപ്പെന്നൊക്കെ പറഞ്ഞു ഒത്തിരി തണുപ്പാണ്.
ഞാനിങ്ങനെ പറഞ്ഞ് വന്ന വിശേഷങ്ങൾ കാണാം. പിന്നെ ഇനിയിപ്പോൾ നാളെ തൊട്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ ഉച്ചയായി. ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ഉണ്ട്. അപ്പോൾ ബ്രെഡ് കഴിച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കേട് വരണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഈ ബ്രെഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ ഇതാ ജാമുണ്ട്. അപ്പം ഇനിയിപ്പോൾ ബ്രെഡ് അടിക്കട്ടെ. ഇന്നിപ്പോൾ ഉച്ചത്തേക്ക് ഇന്നിപ്പോൾ ഫുഡ് അടിച്ച് സെറ്റാക്കിയിട്ട് അങ്ങനെ പരിപാടി പ്ലാൻ ചെയ്യാം. ബ്രെഡൊക്കെ പൊടിഞ്ഞു പോയതാണ് കേട്ടോ അങ്ങനെ കഴിക്കുന്നത്. അതിന് മൊത്തം കഴിച്ചു കഴിക്കാമോ. തണുപ്പുള്ളതുകൊണ്ട് ജാമിനൊക്കെ നല്ല മധുരം ഇതല്ലേ. ആപ്പിൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ തണുപ്പായതുകൊണ്ട് നല്ല മധുരം. അവനെ അടിക്കട്ടെ, ഫുഡ് അടിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. അടുത്ത രാത്രി കിടക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഞാൻ അടുത്ത പ്ലാന്. ഓക്കെ.